അല്ല വീഡിയോ എടുത്തു കഴിഞ്ഞാല് നമ്മളെ പിണറായി പോലീസ് നമ്മൾ ഇത് ചെയ്യുന്ന പറയുന്ന രീതിയിലേക്കാണ് നിയമം ഉണ്ടാക്കുന്ന പറയുന്നത്. ഇത് വീഡിയോ എടുക്കരുതെന്നാണ് ഇന്നത്തെ CMDയുടെ ഓർഡർ. അതായത് ഈ റാക്ക് വെറുതെ കിടക്കുന്ന റാക്കിന്റെ വീഡിയോ എടുക്കരുതെന്നാണ് ശ്രീറാം വെങ്കിട്ടരാമന്റെ ഇന്നത്തെ ഓർഡർ. ഇതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സാധാരണക്കാരന് ഇത് വീഡിയോ എടുത്താലോ ഫോട്ടോ എടുത്താലോ കുഴപ്പമാണെന്ന് കരുതി ഇവിടെ ഒരു തീട്ടൂരം ഉണ്ടാക്കിയാൽ അത് CMD അല്ല, ആരാ തീട്ടൂരം ഉണ്ടാക്കിയാലും യൂത്ത് കോൺഗ്രസിന് അത് അനുവദിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. നിങ്ങൾ നോക്ക്, പഞ്ചസാരയില്ല, പയറില്ല. ഒരു സാധാരണക്കാരൻ, അതായത് എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റാണിത്. എറണാകുളം ജില്ലയിലെ ആസ്ഥാനത്തുള്ള ഏറ്റവും വലിയ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റിലെ അവസ്ഥയാണ്. പഞ്ചസാരയില്ല, അവശ്യ വസ്തുക്കൾ, സബ്സിഡി സാധനങ്ങൾ വിൽക്കുന്നത് ഈ ഫ്ലോറിലാണ്. ഈ ഫ്ലോറിൽ ഒരു ആവശ്യ വസ്തുക്കൾ ഒന്നുമില്ല. റാക്ക് മുഴുവൻ വേക്കന്റ് ആയി കിടക്കുകയാണ്. ഇതിന്റെ വീഡിയോയും ഫോട്ടോയും എടുക്കരുതെന്നാണ് CMD പറയുന്നത്. ഇത് എത്രമാത്രം ജനാധിപത്യ വിരുദ്ധമാണ് എന്നുള്ളത് നിങ്ങൾ നോക്കണം. അപ്പോ ഇതൊക്കെ അങ്ങ് ഒരു ഓർഡറും കൊണ്ടോ ഒരു സർക്കുലറും കൊണ്ടോ ഒരു തീട്ടൂരം ഇറക്കി നമ്മളെയൊക്കെ അങ്ങ് നിശബ്ദമാക്കാനും മാധ്യമങ്ങളെ നിശബ്ദമാക്കാനും യൂത്ത് കോൺഗ്രസിന് അതെ അവശ്യ വസ്തുക്കളൊന്നുമില്ല. ജനങ്ങൾ അറിയണ്ടേ, സപ്ലൈകോയിലെ യഥാർത്ഥ അവസ്ഥ ജനങ്ങൾ അറിയണ്ടേ. ഇവിടെ ഒരു സ്റ്റാഫ് ഉണ്ടോ ഇവിടെ? അല്ലെ സ്റ്റാഫ് ആരെങ്കിലും ഉണ്ടോ? അല്ല വീഡിയോ എടുത്താൽ നമ്മളെയൊക്കെ പഞ്ചസാരയില്ല, പയറില്ല, പയറില്ല, ആവശ്യ പച്ചക്കാരെല്ലാരും കൃത്യമായി വീഡിയോ എടുക്കും. എല്ലാവരും യൂത്ത് കോൺഗ്രസ് എല്ലാം ലൈവ് എല്ലാവരും വീഡിയോ എടുക്കുക. കാണണം. അല്ല ഞങ്ങളെ തൂക്കിലേറ്റ് എന്ന് പറഞ്ഞ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഹാർപ്പിക്ക് കഴിച്ച് ഇവിടെ ഭക്ഷണം ആക്കാൻ പറ്റില്ല. ഹാർപ്പിക്ക് കഴിച്ച് ഇവിടുത്തെ സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്തെങ്കിലും ഒരു സാധനമില്ല. സോപ്പുണ്ട്. നിങ്ങളെല്ലാം വീഡിയോ എടുക്കുക. ഇത് കൃത്യമായി വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരുമെന്ന് നോക്കട്ടെ. നിത്യോപയോഗിക്കുന്ന സാധനങ്ങൾ ഒന്നുമില്ല. എന്താണുള്ളത്? എന്തെങ്കിലും ഐറ്റം വേണ്ടേ? ഒരു സാധനം പാവപ്പെട്ട ഒരുപാട് ജനങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ജനങ്ങളെ അറിയിക്കും. ഇത് ജനങ്ങൾ അറിയേണ്ട കാര്യമില്ല. ഇത് നോക്കണോ, എല്ലാം ഒഴിഞ്ഞടക്കണാണ്. കുറെ ബോർഡ് ചെയ്ത് പരിപ്പുണ്ട്, കടലുണ്ട്, പയറുണ്ട്. ഇവിടെ എല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ പയറുണ്ട ഇല്ല ഇല്ല ഇല്ല. ഇതല്ലാതെ ഇത് നോക്കണം. ഇല്ലാത്ത സാധനത്തിന് വിലയും കൂട്ടി. അതല്ല വീഡിയോ എടുത്തു കഴിഞ്ഞാല് നമ്മളെ പിണറായി പോലീസ് നമ്മൾ ഇത് ചെയ്യുന്ന പറയുന്നത് തൂക്കിലേറ്റുന്ന രീതിയിലേക്കാണ് നിയമം ഉണ്ടാക്കുന്ന പറയുന്നത്. അതുകൊണ്ട് തന്നെ കംഫർട്ട് ഉപയോഗിച്ചാണ് വിശപ്പ് മാറ്റേണ്ട. സാധാരണക്കാരൻ വിശപ്പ് മാറ്റേണ്ടത് ഈ കംഫർട്ട് ഉപയോഗിച്ചാണ്. അരിയില്ല, സാധാരണക്കാരൻ ഉജാലുണ്ട്, ഉജാല നയാ ഉജാല. സാധാരണക്കാരൻ ഇവിടെ ഒരു രീതിയിൽ ജീവിക്കാൻ അനുവദിക്കാൻ പറ്റാത്ത സത്യത്തിന്റെ മൂർധന്യ അവസ്ഥ. ആ മൂർധന്യ അവസ്ഥയിൽ നിൽക്കുമ്പോ ഇവിടെ സാധനങ്ങളില്ല. ഇറാഖിന്റെ അവസ്ഥ വേണ്ട. ഇറാഖിൽ എന്താ ഉള്ളത്? തൊട്ടപ്പുറം കംഫർട്ട് ഇരിപ്പുണ്ട്, കുറെ ഉജാലയുണ്ട്. കറുത്ത കടലയ്ക്ക് പകരം കറുത്ത പെയിന്റ് അടിച്ചു കൊടുക്കാനാണ് പറയുന്നത്. ഒന്ന് ആലോചിക്കും. ഈ നാട്ടിലെ ഈ ഇവിടത്തെ ഒരു സാധാരണക്കാരന്റെ അവസ്ഥ ആലോചിച്ചു. ഒന്ന് വീഡിയോ എടുത്ത് പോലീസ് വീഡിയോ എടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങള് എല്ലാ വീഡിയോകളും ഒഴിഞ്ഞടക്കി. ഇതൊക്കെ സാധാരണക്കാരൻ കാണണ്ടേ? ഇവിടെ അവര് എഴുതി വെച്ചാക്കണുണ്ടോ? പയറുണ്ട്, കടലുണ്ട്, പരിപ്പുണ്ട്, ഉഴുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒന്ന് ചോദിക്കുമ്പോ ഒന്നുമില്ല. അതിന് പണ്ട് എറ്റോളുണ്ട്, ഉജാലുണ്ട്. അതിന് പണ്ട് എറ്റോളം ഉജാലുണ്ട്, ഉജാല കണ്ട. കംഫർട്ട്. ഇതൊക്കെയാണ് സാധാരണക്കാരൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള വസ്തുക്കൾ. പയറും വേണ്ട, കടലയും വേണ്ട, പരിപ്പും വേണ്ട, ഉഴുന്നും വേണ്ട, ഒന്നും വേണ്ട. സർക്കാർ ഒരു സർക്കുലർ ഇറക്കി ജനങ്ങളെ പേടിപ്പിക്കാമെന്ന് വിചാരിക്കണ്ട. ഞങ്ങളിത് യൂത്ത് കോൺഗ്രസ് വീഡിയോ എടുത്ത് ഞങ്ങളെ ലൈവ് വിട്ട്, യൂത്ത് കോൺഗ്രസ് ലൈവ് വിട്ട് ഞങ്ങള് എല്ലാ രീതിയിലും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ എന്ത് സമര പരിപാടിയുമായി ഞങ്ങൾ മുന്നോട്ട് സംഭവിക്കാൻ പോകുന്നത് ഇവിടുത്തെ പാവപ്പെട്ട സ്റ്റാഫിനെ ഇത് സ്റ്റാഫിനെ രംഗത്തേക്ക് കയറാനാണ് ഇവരുടെ പ്ലാൻ. അതിനെതിരെ പ്രതിഷേധിക്കും. ഈ പാവപ്പെട്ട സ്റ്റാഫ് എന്ത് പഠിച്ചിട്ടാ? ഇവിടെ സാധാരണ ഈ സർക്കാരിന്റെ ഇത്രയും വലിയ ജനദ്രോഹമായിട്ടുള്ള നയം ഇവിടെ ഏതെങ്കിലും ഒരു സാധനം ഉണ്ടോ? അപ്പൊ മന്ത്രി പറയണത് വിലക്കയറ്റം സാധാരണക്കാരെ അനുഭവിക്കില്ല എന്നാ. എങ്ങനെ അനുഭവിക്കാൻ? അത് സാധനം ഉണ്ടെങ്കിലല്ലേ വിലക്കയറ്റം അനുഭവിക്കുള്ളൂ. ഇത് എവിടെ എന്തെങ്കിലും ഞങ്ങളിവിടെ കയറി വന്നപ്പോ ഞങ്ങളിവിടെ കയറി വന്നപ്പോ ഞങ്ങൾ ഒരു സാധനം ഒരാള് കയറി വന്നിട്ട് ഒരു സാധനം പോലും ഇല്ല. എന്തെങ്കിലും വേണ്ടേ?
സർക്കാരിന്റെ കെടുകാര്യസ്ഥത ജനങ്ങൾ കാണില്ല എന്നുള്ളതാണ് സർക്കാർ വിചാരിച്ചിരിക്കുന്നത്. അതിന് ഒരു കാരണവശാലും നിന്നു കൊടുക്കാൻ പോകുന്നില്ല. ഈ സപ്ലൈകോയുടെ CMD എന്ന് പറയുന്ന വ്യക്തി, അയാള് ഈ സർക്കാരിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു കൊട്ടേഷൻ ഗ്യാങ് ലീഡറെ പോലെയാണ് ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ? ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണയാണ്. കാരണം അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട് KM ബഷീറിന്റെ വണ്ടി ഇടിച്ച കേസുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ചില ഉദ്ദിഷ്ട കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ഉപകാര സ്മരണ എന്നോണം ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൊട്ടേഷൻ മാഫിയയുടെ ലീഡ് കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അയാൾ ഒരു സർക്കുലർ ഇറക്കിയിരിക്കുകയാണ്. ഇവിടെ സാധാരണക്കാരൻ വീഡിയോ എടുക്കരുത്, ഫോട്ടോ എടുക്കരുത്, മാധ്യമങ്ങൾ ഷൂട്ട് ചെയ്യരുത്, ഒഴിഞ്ഞ റാക്കുകൾ കാണരുത്. ഇതൊക്കെ അങ്ങ് വെള്ളരിക്ക പട്ടണത്തിൽ നടക്കും, കേരളത്തിൽ നടക്കില്ല എന്ന് ഈ ശ്രീറാം വെങ്കിട്ടരാമൻ മനസ്സിലാക്കണം.